അങ്ങനെ ഒരു 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വിടാമുയർച്ചയ്ക്ക് ശേഷം. അതെ, വിടാമുയർച്ചയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി ഒരുത്തരോട് വരാനുണ്ട്, അവൻ ഇന്ന് ജോലിക്ക് പോയിരിക്കുകയാണ്. സോ ആളില്ല, പടം കണ്ടില്ല. സോ നമ്മൾ ഇന്ന് അങ്ങനെ പറയാൻ പാടില്ല, അജിത് കുമാറിൻ്റെ വിടാമുയർച്ചി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിട്ട് വന്നിരിക്കുന്ന എന്താണ് വിടാമുയർച്ചയുടെ അവസ്ഥ? വിടാമുയർച്ചി കുഴപ്പമില്ല. അതാണ് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന സാധനം. സ്ഥിരം മറ്റേ മാസ് അജിത്ത് അല്ല. അത് ചിലരെ ബുദ്ധിമുട്ടിക്കും, ചിലരല്ല. അതായത് അജിത് ഫാൻസിന് ഒരു ചെറിയ നിരാശ ഉണ്ടാവും. കാര്യം ഈ പറഞ്ഞ പോലെ മാസ് എലിവേറ്റഡ് സീനുകളോ അല്ലെങ്കിൽ അങ്ങനെ ഇൻട്രോ സീനോ ഈ ബാക്ക് അങ്ങനെ ഫൈറ്റും എല്ലാം പരിപാടിയും ഭയങ്കര നോർമൽ സെറ്റപ്പാണ്. ഇതൊരു ഹോളിവുഡ് മൂവി, ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞൊരു ഹോളിവുഡ് മൂവിയുടെ റീമേക്കാണ്. അത് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതെന്നുള്ള ലൈനിലാണ് ഇവർ ആദ്യം പോലെ ഒരു ഇതുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെയാണ് പടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രക്ചർ ഒരു ഇംഗ്ലീഷ് പടത്തിൻ്റെ സ്റ്റൈലാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ പറഞ്ഞ നായകന് പ്രത്യേകിച്ച് ഇൻട്രോ ഒന്നും കൊടുക്കാതെ അവരെ കംപ്ലീറ്റ്ലി സിമ്പിളായിട്ട് അവരെ കാണിച്ച് അങ്ങ് പടം തുടങ്ങി പോവാം. പടത്തിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ ഇവരുടെ തൃഷയുടെയും അജിത്തിൻ്റെയും അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റി അത് കാണിക്കാൻ, അതെന്താണെന്ന് കാണിക്കാൻ ഉള്ള കുറേ സീനുകളാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർ രണ്ടുപേരേ ഉള്ളൂ അല്ലേ, ഫ്രെയിമിൽ ഇവർ രണ്ടുപേരേ ഉള്ളൂ. വേറെ അധികം ആൾക്കാരൊന്നും ബാക്കി ചുറ്റും വേറെ ക്യാരക്ടേഴ്സ് ഒന്നും ഇവർ രണ്ടുപേരും എപ്പോഴും ഫ്രെയിമിൽ ഉണ്ടാകത്തുള്ളൂ. അതിങ്ങനെ 12 ഇയേഴ്സ് 9 ഇയേഴ്സ് അങ്ങനെ അല്ലേ, ഓരോരോ വർഷങ്ങളുടെ ഗ്യാപ്പ് വെച്ചത് എന്തിനെന്ന് മനസ്സിലായി. ലൈക്ക് അത് ഒറ്റ സീനിൽ അത് തീരും. അത് ഇവരിങ്ങനെ ഒരു 1.5 മണിക്കൂറുള്ള സ്ട്രെച്ച് ചെയ്യും. അതായത് ഈ പടം ഒരു ജോൺർ ഫിലിമാണ്. നമ്മൾ തമിഴിൽ പൊതുവെ അങ്ങനെ ഒരുപാട് വരാത്തൊരു, എന്താണ് നമ്മൾ പറയുന്നത്, ഇപ്പോൾ ആക്ഷൻ ജോൺറാണെങ്കിൽ ആക്ഷൻ്റെ ആ പരിപാടികൾ മാത്രം പറഞ്ഞു പോകുന്നത്. പുതിയ ഹോളിവുഡ് പടത്തിലൊക്കെ ഉള്ള പോലെ ഇപ്പോൾ അതിന്റെ റീമേക്കാന്ന് പറഞ്ഞു. ഒറിജിനൽ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, അത് ഒറിജിനൽ ഇങ്ങനെ ഇത് തന്നെ. പക്ഷേ ഇതിനെ സംഭവിച്ചെന്ന് വെച്ചാൽ ചില എലമെന്റ്സിനെ എടുത്ത് അവർ തമിഴ് പടം പോലെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ജോൺർ ഫിലിംസ് പൊതുവെ ഇങ്ങനെ ലവ് സ്റ്റോറി അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്കപ്പ് ഉണ്ടെങ്കിലോ ഒറ്റ സീനിൽ അവർ പറയുമ്പോൾ ഞങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി, ഓക്കെ ഇവർ ബ്രേക്കപ്പ് ആയി. പക്ഷെ ഇതിനകത്ത് അതിനെടുത്ത് ഇവർ നല്ല പ്രണയത്തിലായിരുന്നു അത് കാണിക്കാൻ വേണ്ടി ഒരു സീക്വൻസ് ഉണ്ട്. പക്ഷെ അത് വേറൊരു സീനുണ്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ വെച്ച്, അവിടെ ഇങ്ങനെ പോലീസുകാരൻ ചോദിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു ചോദിക്കുമ്പോൾ ജസ്റ്റ് ഒരു 2 സീൻ ഇടാൻ ഫ്ലാഷ് ബാക്ക് പോലെ ഇട്ടാൽ ഇതേ സംഭവം ഇതേ ഇമ്പാക്ട് ഉണ്ടായേനെ. പടത്തിന്റെ ലെങ്ത് കുറഞ്ഞേനെ, കുറച്ചുകൂടെ ഇമ്പാക്ട് ആയിട്ട് തുടങ്ങായിരുന്നു പടം. ഇത് ആക്ച്വലി 2.5 മണിക്കൂർ ഉള്ളു പടം. 2.5 മണിക്കൂറുണ്ട് പടം. 2 മണിക്കൂറിനകത്ത് നിൽക്കേണ്ട സിനിമ അല്ലേ, അത്രേ ഉള്ളൂ. കാരണം നമുക്ക് അറിയാവുന്ന ജോൺറാണ്, അറിയാവുന്ന കഥയാണ്, അറിയാവുന്ന സംഭവമാണ്. പക്ഷെ ഇവരെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതേ നമ്മൾ കാണാൻ വന്നിട്ടുള്ളൂ. പക്ഷെ അത് നിങ്ങൾക്ക് പരിചയമില്ല, ഇവര് തമ്മിൽ ഇഷ്ടത്തിലാ കേട്ടോ എന്നുള്ള സെറ്റപ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മള്. അതെനിക്ക് തോന്നുന്നേ അത് ഇവരിങ്ങനെ ഇമോഷണലി ഇങ്ങനെ കണക്ഷൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഓക്കെ ഇവർ ഇത്രയും ഈ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഇവരോട് ഇത്രയധികം ഇഷ്ടമാണെന്നുള്ളത് അതിങ്ങനെ ഫോഴ്സ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു. അല്ല, അത് അതിന് പ്രശ്നം വെച്ചാൽ അതിന്റെ റൈറ്റിംഗ് കുറെ കൂടെ യങ്ങർ ആക്ടേഴ്സിനെ, കാസ്റ്റിംഗ് ത്രൂ ഔട്ട് എല്ലാ കാസ്റ്റും കുറച്ചുകൂടെ ആക്കിയിട്ടുണ്ടല്ലോ. അതൊരു പ്രശ്നം. അത് ഇതിന്റെ റൈറ്റിംഗ് വളരെ യങ് ആക്ടേഴ്സ് ചെയ്യേണ്ട സാധനമാണ്. പക്ഷെ അത് ഇവര് ചെയ്യുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട്. പിന്നെ റിലേഷൻഷിപ്പ് നല്ല രസമായിട്ടുണ്ട്, ഇച്ചിരി മോഡേൺ രീതിയിൽ. അങ്ങനെ ഇവർക്ക് ഈ പിരിവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും അടിച്ചു പിരിഞ്ഞ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തില്ലടി ആ ലൈനൊന്നും അല്ലാതെ റെസ്പെക്ട്ഫുൾ ആയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അങ്ങനെ ആ ഹാൻഡിലിംഗ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ ഇതിന്റെ റൈറ്റിംഗ്, അതിന്റെ മറ്റേ ഈ ലവ് സ്റ്റോറി റൈറ്റിംഗ് കുറച്ച്. ഇതിന്റെ ഇന്റർവ്യൂലേ നമ്മുടെ മകിഴ് തിരുമേനി ആക്ച്വലി ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ഈ സിനിമയിൽ നിങ്ങൾ തുടക്കത്തിൽ കാണുന്ന ഇപ്പോൾ ഒരു യൂഷ്വൽ സ്റ്റൈലുണ്ട്. അതായത് സിനിമ തുടങ്ങുന്ന ആദ്യത്തെ ഒരു 10 മിനിറ്റ് ആൾക്കാരൊക്കെ തിയേറ്ററിലേക്ക് വന്നിരിക്കട്ടെ, അപ്പോൾ ആ സമയത്ത് നമ്മൾ പടത്തിന്റെ പ്ലോട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ടൈപ്പ് സാധനങ്ങളൊന്നും വേണ്ട. അതായത് ആൾക്കാർ അപ്പൊ നേരത്തെ അല്ലല്ല പുള്ളി പറഞ്ഞു നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ. അതായത് ആൾക്കാർ വന്ന് ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാനൊരു ടൈം, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് പ്രത്യേകിച്ച് വേറെ സംഭവം നടക്കുന്നില്ല, ഒരു ചെറിയ എസ്റ്റാബ്ലിഷിങ് കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് പോകുമല്ലോ. അപ്പോൾ പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല. ഈ സിനിമയുടെ ഫസ്റ്റ് സീൻ മുതലേ സിനിമയുടെ കഥ അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇതിനകത്ത് ആവശ്യമില്ലാത്ത ഒരു സീൻ പോലും ഇല്ല എന്നതാണ് ഡയറക്ടർ പറഞ്ഞത്. അപ്പം ഞാനും ആക്ച്വലി എന്തിനാണ് അത് കേട്ടപ്പോൾ എനിക്കിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഓക്കെ ശരി കമ്പയർ ചെയ്ത് ഈ പറഞ്ഞ പോലെ ഒരു ജോണർ ഫിലിം ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇവർ ഈ തുടക്കത്തിൽ ഈ ഡയറക്ടർ പറഞ്ഞ അതേ സംഭവം ആദ്യം തന്നെ ഉണ്ട് അല്ലേ. അതായത് ഇവരുടെ ഈ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇത്രയും സീനുകൾ ഇങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല. അതും വളരെ നോൺ ലീനിയർ ആയിട്ട്. ഇവർ 9 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് എന്തൊക്കെയുണ്ട് ഫ്ലേർട്ട് ചെയ്യുന്നതും അത് എന്തോ അത് വർക്കാവുന്നേ ഇല്ലായിരുന്നു. ഭയങ്കര പരസ്യം കാണുന്ന ഫീലായിരുന്നു. അത് സിനിമ തുടങ്ങുന്നത് ഈ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ മെയിൻ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന പോയിന്റ് ഉണ്ടല്ലോ,
അത് ആക്ച്വലി പടത്തിന് ആദ്യത്തെ 10 മിനിറ്റ് നടക്കും. അതായത് ഇവർ സിനിമ തുടങ്ങുമ്പോൾ തന്നെ അജിത്തും തൃശ്ശയും കൂടെ കാറിൽ കയറി യാത്ര പോകുന്നു. അവിടെയാണ് പടം തുടങ്ങുന്നത്. ആ യാത്ര അതിങ്ങനെ വളരെ ക്വിക്കായിട്ട് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഓർമ്മ കാണിക്കത്തക്ക രീതി കാണിക്കുന്ന ടൈപ്പ് സാധനങ്ങൾ ഇത്. ഇവരിങ്ങനെ കളർഫുൾ ഷർട്ടൊക്കെ ഇട്ട് അവിടെ ഒക്കെ പോയി ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ട് കൂടി നോക്കി ഒരു ഡയലോഗ് അങ്ങോട്ട് പറയുന്നു, ഒരു ഡയലോഗ് ഇങ്ങോട്ട് പറയുന്നു. അങ്ങനത്തെ വളരെ ചൈൽഡിഷ് റൈറ്റിംഗ് ആയിപ്പോയി അത് മൊത്തത്തിൽ. പിന്നെ കഥയിലേക്ക് കുറച്ച് കഴിഞ്ഞ് കയറുമ്പം ഇൻട്രസ്റ്റിംഗ് ആണ് എങ്കിൽ പോലും അതങ്ങോട്ട് എൻഗേജ് ചെയ്യിക്കുന്നില്ല. അത് തന്നെ ഭയങ്കര അണ്ടർവെൽമിംഗ് ആണ്. നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു തരത്തിലും നമുക്ക് അറിയാം ഇതിനകത്ത് സാധനമുണ്ട്. അല്ല, ഇപ്പൊ ഈ സിനിമയുടെ ഐഡിയ തന്നെ ഇപ്പൊ ഇവർക്ക് എന്ത് സംഭവിച്ചു, ഇതെന്താണ്, ഇത് എങ്ങനെ ഇവര് ഇതിനകത്തൊന്ന് പുറത്തെടുക്കും എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. പക്ഷെ നമുക്കത് അങ്ങനത്തെ തോന്നലൊന്നുമില്ല, കൂടാണ്ടാണെന്നോ എന്നുള്ള മൈൻഡ് സെറ്റിലാണ് നമ്മളിരിക്കുന്നത്. ആക്ച്വലി ആ ഫീൽ ഉണ്ടായി കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഒരു പടമാണ്. അതെ, ഇംഗ്ലീഷ് പടത്തിൽ അങ്ങനെയാണ്. അത്യാവശ്യം കുറച്ച് നമുക്കൊരു എൻഗേജിങ് ആയിട്ട് നമുക്ക് കുറച്ച് ത്രില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഭയങ്കര ആക്ച്വലി എനിക്ക് ഇവരുടെ സ്റ്റോറി ലൈനും കുറച്ച് ഇൻട്രസ്റ്റിംഗ് എലമെന്റ്സ് ഉണ്ട്. വില്ലന്റെ അവരുടെ സ്റ്റോറി ലൈൻസിലും ജോക്കറും അതെ അവരുടെ സ്റ്റോറി ലൈൻസും ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ഇതൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അങ്ങനെയാണ് ഇതിന്റെ മേക്കിംഗ്. നമ്മളിങ്ങനെ വൺ ലൈൻ പറയുമല്ലോ, ഇപ്പം 2 മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട് ഓപ്പോസിറ്റ് സൈഡിലും. അവരുടെ സ്റ്റോറി ലൈൻ പറയുമ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, അത് രസകരം. കാരണം എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം, അവൻ ലാസ്റ്റ് ഇങ്ങനെ പറയത്തില്ല യു ആർ സ്റ്റിൽ ബ്യൂട്ടിഫുൾ എന്തോ പറയും. അപ്പൊ അത് കുറച്ച് നല്ല സാധനമാണ്. എനിക്ക് ആ സമയത്ത് തോന്നി ആ വില്ലനായിട്ട് അവൻ അർജുന്റെയും മറ്റേ ആ 2 ക്യാരക്ടേഴ്സും കുറച്ചുകൂടി യങ് ആയിരുന്നെങ്കിൽ അത് കുറെ കൂടെ ബിലീവബിൾ. കാരണം അവരായിരിക്കും അത്രയും പട്ട്. അതെ അതെ അതെ, അത് കുറെ നാച്ചുറൽ ബോൺ കില്ലേഴ്സ് പടം കണ്ടോ? അത് ഇങ്ങനെ ഒരു കപ്പിൾ അവരിങ്ങനെ ഭയങ്കര മാഡ് സാധനം ആ ഒരു സംഭവം. പക്ഷെ പിന്നെ അപ്പൊ അവരെന്ത് പിന്നെ ചെയ്യുമെന്ന് ഇപ്പൊ അർജുനെ നമ്മൾ കാണുമ്പോൾ തന്നെ കുറച്ച് കാൽക്കുലേറ്റഡ് ആയിട്ട് അപ്പൊ അത്ര പേടി തോന്നത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് തെറിച്ച് നിൽക്കുന്ന പിള്ളേരാണെങ്കിൽ എന്ത് ചെയ്യും. മറ്റേ ഇപ്പൊ ഇതിനകത്ത് തന്നെ ഇവരുടെ കൂടെ തന്നെ ആരോ എന്ന് പറഞ്ഞൊരു കാണുന്നുണ്ട്. ആക്ച്വലി ആ പുള്ളിയായിരുന്നു അവിടെ നിൽക്കുന്നെങ്കിലും ആ ഏജിലുള്ള ആൾക്കാരാണെങ്കിൽ അത് കുറച്ച് ഭയങ്കര രസമാണ്. ഏജ് ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും അർജുനേക്കാ മറ്റേ നമ്മുടെ അജിത്തിനേക്കാ ഒരു ഫിസിക്കൽ അഡ്വാൻറ്റേജ് ഒരു യങ്ങർ ആൾക്കുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പൊ എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ അർജുന ആയപ്പോഴത്തേക്കും എന്തോ ഒരു കാസ്റ്റിംഗ്. അതെ, അത് കാണുമ്പോൾ അത് ഇവിടെ കുറച്ച് പവർഫുൾ ആയിട്ട് ഒരാൾ വേണം എന്നുള്ള സംഭവമാണ്. കാസ്റ്റിംഗിൽ ഒരു പവർ ഉള്ള ഒരാൾ വേണം എന്നുള്ള ലൈൻ. നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരാൾ വേണം. അപ്പൊ കാരണം ഇവർ ചെയ്യുന്ന കാര്യം ലാസ്റ്റ് റിവീൽ ചെയ്യുമ്പോൾ ഇവരെന്താണ് ഇവരുടെ പരിപാടി ലാസ്റ്റ് ഒരു ലൈനിൽ റിവീൽ ചെയ്യും. അതുവരെ നമ്മളത് അറിയുന്നില്ല. പണം തീരുമ്പോഴാണ് നമ്മൾ ഇവരുടെ പരിപാടി, ഇതിനാണ് ഇവർ ഇത്ര ബുദ്ധിമുട്ടുന്നത്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അയ്യോ തൃശ്ശിക്ക് അങ്ങനെ സംഭവിക്കും എന്നൊക്കെ തോന്നാം. പക്ഷെ ഇത് അതൊന്നും ഇല്ല. ഇവര് ലാസ്റ്റ് എല്ലാം ഇങ്ങനെ ഒരു പോലീസുകാരൻ. അതും ഈ പടത്തിന്റെ വേറൊരു വലിയ പ്രശ്നം എന്താണെന്നറിയോ, ഇതില് ഇവര് ഒരു ലാംഗ്വേജ്, ഏത് ലാംഗ്വേജ്, അസർബൈജാനിലാണ് പടം 50% ആ ഭാഷയിൽ സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ ഓക്കെ, പക്ഷെ നമ്മൾ കേരളത്തിലേക്ക് പടം കാണാം. തമിഴ്നാട്ടിൽ ഓക്കെ ആവുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ് സബ് ടൈറ്റിലുണ്ട്. ആക്ച്വലി അല്ലാതെ നമ്മൾ യൂഷ്വലി കാണുന്ന പോലെ ഇവര് അവരുടെ ലാംഗ്വേജ് പറയുമ്പം തമിഴിലൂടെ ഓവർ ഡബ് ചെയ്യുന്ന പരിപാടി ഇല്ല. അവർ ആ ലാംഗ്വേജ് തന്നെ സംസാരിക്കും. തമിഴ് സബ് ടൈറ്റിലുണ്ട്, പക്ഷെ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ എന്താ ഇവർ പറഞ്ഞത് സിമ്പിൾ സംഗതി ഇടയ്ക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും, ഇതൊക്കെ എത്ര ഉള്ളു ഇവർ പറഞ്ഞത്. പക്ഷെ അതല്ലാതെ ഈ പോലീസുകാർ തമ്മിൽ കോൺവെർസേഷൻ നടക്കും ഇടയ്ക്ക് ഒരു സീൻ. അവരതിന്റെ ഇടയ്ക്ക് എന്താ പറഞ്ഞാൽ നമുക്കൊരു പിടുത്തു. അവര് തമ്മിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഒരു ബാറിൽ അവര് തമ്മിൽ സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ തമിഴ് വായിക്കാൻ അറിയാവുന്നവർക്ക് എളുപ്പമായിരിക്കും. തമിഴ് സബ് ടൈറ്റിൽ ഉള്ളതുകൊണ്ട് അതാണ് പകുതിപ്പട. അല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ ഈ സിനിമയ്ക്ക് ആൾക്കാരെ നോക്കുമ്പോൾ ഞങ്ങൾ തമിഴ് പടം കാണാൻ വേണ്ടി തമിഴ് സബ് ടൈറ്റിൽ വായിച്ച് പടം കാണേണ്ട അവസ്ഥയാവുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതവിടെ എനിക്ക് തോന്നുന്നു കുറച്ചധികം ആൾക്കാർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ യൂഷ്വലി പടത്തിൽ നിന്ന് അകറ്റാൻ. അതെ അതെ, അത് ആക്ച്വലി നാച്ചുറലി അവിടെ ചെല്ലുമ്പോൾ അവരുടെ ഭാഷയായിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ അതിനൊരു സിനിമാറ്റിക് ഒരു എന്തെങ്കിലും ഒരു മറ്റേ ഇത് കൊണ്ടുവരണം. ആളുകൾക്ക് മനസ്സിലാവണമല്ലോ നമ്മൾ ഇവിടെ ആളുകളെ. അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടിയാണ് ഇവർ എപ്പോഴും ഇവർ പറയുന്ന ലാംഗ്വേജ് ഇപ്പൊ ഏതായാലും അതിന്റെ പുറത്തോടെ ഇവർ തമിഴിൽ ഡബ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ അത് ചെയ്യാറുണ്ട് ഇല്ലേ? മൾട്ടിപ്പിൾ വേർഷൻ ചെയ്യും. ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഇംഗ്ലീഷിൽ തന്നെ വിടും. അതന്നെ, ഇപ്പൊ ഇത് കേരളത്തിൽ റിലീസുള്ള സാധനത്തിനും ഈ തമിഴ് സബ്ടൈറ്റിൽ ഇട്ടാൽ മതി, ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ ഇട്ടാൽ മതി. കാര്യം ഇത് ഓൾറെഡി ഇത് നമുക്കാർക്കും മനസ്സിലാകത്തില്ല. അസർബൈജാൻ അവരുടെ ലാംഗ്വേജ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. പൊട്ടനാട്ടം കാണുന്ന പോലെ ഇങ്ങനെ ഇരിക്കുക. അത് അവരുടെ ഒരാളുടെ വീട്ടിൽ ചെന്ന് അവരുമായിട്ട് സംസാരിക്കുന്നത് ഇങ്ങനെ വലിയ വലിയ സീനുകളാണ്. ഇപ്പം നമ്മളിതിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ നമുക്കിത് വലിയ പടത്തിൽ ആക്ച്വലി പടത്തിന്റെ പേസിങ് ഓക്കെ ആണെങ്കിലും പക്ഷെ നമുക്കിത് അതെ നമുക്കിത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. കാരണം ഇവര് സംസാരിക്കുന്നത് മനസ്സിലാക്കി നമുക്ക് എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലോ
ബേസിക്കലി അവരകത്ത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും സംസാരിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. എല്ലാം സിമ്പിൾ പരിപാടിയൊക്കെ തന്നെ. നീ കണ്ടോടാ എല്ലാവരുടെ നാട്ടിലെ ഗുണ്ടകളൊക്കെ പരിപാടി എന്താണോ അതൊക്കെ തന്നെ, അതൊക്കെ തന്നെ. ആക്ച്വലി എനിക്ക് ഭയങ്കര രസമാണത്. അനിരുദ്ധ് ഈ പടത്തിന്റെ മ്യൂസിക് ആയിരിക്കുമ്പോഴേ എവിടെ ഞാൻ ഈ ബീജ് വിടും എന്ന് വെയിറ്റ് ചെയ്തിരിക്കും അല്ലേ. കാര്യം സിനിമയിൽ ഇങ്ങനെ എലിവേറ്റഡ് സീനുകളൊന്നും ഇല്ല. അതായത് ഇങ്ങനെ നായകനെ ബിൽഡപ്പ് ചെയ്യാനോ അല്ല അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. അത് ഭയങ്കര സിമ്പിളായിട്ട് സ്ലോ മോഷൻ തന്നെ കുറവ് അല്ലേ. സ്ലോ മോഷൻസ് തന്നെ പടത്തിൽ ഭയങ്കര കുറവ്. മേക്കിംഗ് വളരെ എന്താ പറയാ ഒരു ഫോറിൻ പടത്തിന്റെ ഒരു ഫോറിൻ പടത്തിൽ പിന്നെ വിഷ്വലും കുറച്ച് രസമുണ്ട്. അതിന്റെ കളർ ടോണും പരിപാടിയൊക്കെ ഒരു കാണാൻ നമുക്ക് ആ ടെറൈൻ അല്ലെ നമുക്ക് അത്ര പരിചയം ഇല്ലാത്തതുകൊണ്ട് അത് കാണാൻ കുറച്ച് രസമുണ്ടായിരുന്നു. ഈ മ്യൂസിക്കിന്റെ ഇൻസ്റ്റാഗ്രാമിൽ അസർബൈജാൻ കുറെ കൺട്രോളുണ്ടാകും. ചില ലാൻഡ്മാർക്സ് ഒക്കെ അത് അവിടുത്തെയാണ് ഇത് തിരിച്ചറിയാൻ പറ്റിയത്. ആക്ച്വലി ഞാൻ പറഞ്ഞത് നമ്മുടെ മ്യൂസിക്കിന്റെ കാര്യം. അതായത് അനിരുദ്ധ് ആക്ച്വലി ഇങ്ങനെ മ്യൂസിക് ഇടാൻ വേണ്ടി നോക്കിയിരിക്കുമ്പോൾ അതിടാനുള്ള ഒരു സ്പേസ് പടത്തിൽ കുറവാണ്. അതായത് യൂഷ്വലി അനിരുദ്ധ് ചെയ്യുന്ന പോലെ നായകനെ എലിവേറ്റ് ചെയ്യാനുള്ള മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറോ കാര്യങ്ങളൊന്നും ഇടാനുള്ള ഇതില്ല. അത് വരുന്നത് എവിടെയാ? അത് വരുന്നതല്ല, ഈ ആക്ച്വലി മ്യൂസിക് ഇടുന്നത് തന്നെ പടത്തിന്റെ ടുവേർഡ്സ് ദി ക്ലൈമാക്സ്, അതായത് പ്രീ ക്ലൈമാക്സ് ടു ക്ലൈമാക്സ് അത്ര ഏരിയയിലാണ് ഈ അനിരുദ്ധിന് ഈ മ്യൂസിക് ഇടാനുള്ള സ്പേസ് കൊടുത്തത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആസ്ഥാനത്തൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അത് തന്നെ. എന്നാലും അത് അതിനകത്ത് അങ്ങനെ ഒരു സുഖമില്ല. അല്ല, സംഭവം എന്ന് വെച്ചാൽ ഇത് ഒരു സിറ്റിംഗ് കൂടെ ഇതിനകത്ത് എഡിറ്റിംഗിൽ ഇരിക്കണമായിരുന്നു. കാരണം ചില സമയത്ത് ഈ പടം അനങ്ങത്തില്ല. അപ്പൊ ഇവനിങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നു. ഈ എലമെന്റ് റിപ്പീറ്റ് ആണല്ലോ. അവിടെയൊക്കെ ഇടയ്ക്ക് പേസിംഗ് ഡൗൺ ആകുമ്പോൾ ഈ മ്യൂസിക് ഇടുവാണ്, പക്ഷെ ആ മ്യൂസിക്കിന്റെ ആവശ്യമില്ല എന്നുള്ള കുറെ ഏരിയസ് ഉണ്ടായിരുന്നത്. ആ മ്യൂസിക് ഇടുന്ന നമ്മൾ വിചാരിക്കും എന്തോ സംഭവിക്കാൻ പോകും, പക്ഷെ ഒന്നും നടക്കില്ല. പിന്നെ കാറി കയറുന്നു, തിരിച്ചിറങ്ങുന്നു, തല ഇങ്ങനെ കാറി കയറി മരുഭൂമി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പിടിക്കാം. കുറച്ചുകൂടെ ഡ്രൈവിംഗ് സീൻ ഉണ്ട്. അതെ. ആക്ച്വലി ഇതിന്റെ കഥ പറയാൻ വേണ്ടി മകിഴ്ച ചെല്ലുമ്പോൾ മകിഴ് എങ്ങനെ കാർ ഓടിക്കുന്ന സീൻ ഉണ്ടോ? ഉണ്ട്. പടത്തിലും മെജോറിറ്റി കാർ ഓടിക്കുന്നുണ്ട്. ഓക്കെ, എപ്പോഴാണ് ഷൂട്ട് എന്ന് ചോദിക്കുന്ന അതേ അവസ്ഥയിലാണ് പുള്ളി പടത്തിൽ അഭിനയിച്ചതെന്ന് തോന്നുന്നത്. ശരിക്കും പുള്ളിക്ക് ഇപ്പൊ ഇതിലുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞ എനിക്ക് തോന്നുന്നു. അല്ലേ, പുള്ളിക്ക് എല്ലാ ആക്ടേഴ്സിനും ഒരു മറ്റേ വിജയാണെ പോലും ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് പുള്ളിക്ക് സിനിമയിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞു. ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇൻട്രസ്റ്റ് ആയി. അപ്പം സിനിമയിൽ പോലും ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് പുള്ളിയുടെ രാഷ്ട്രീയ കരിയറിനെ സഹായിക്കത്തക്ക എലമെന്റ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്റെ റേസിംഗ് കരിയറിനെ എനിക്ക് വണ്ടി ഓടിച്ചാൽ പടത്തിൽ ഒന്ന് ബൈക്ക് വേണം, അല്ലെങ്കിൽ വണ്ടി ഇടിച്ചു വല്ലട്ടെ, പറ്റത്തില്ല. വണ്ടി ഓടിച്ച് അതും വണ്ടി ഞാൻ ഫ്ലിപ്പ് ചെയ്യും. ഫ്ലിപ്പ് ചെയ്യിച്ച് അല്ലേ. അതെ, ഒരുത്തരം അങ്ങനെയാണല്ലോ. ഒരുത്തരം വണ്ടിയിൽ കെട്ടിയിട്ട് വണ്ടി ഇടയ്ക്ക് ബ്രേക്ക് ഇട്ട് അവരെ പേടിപ്പിക്കും. പടത്തിൽ ഫൈറ്റ് ചെയ്ത സുപ്രീം സുന്ദറാണ്. നമ്മുടെ തല്ലുമാലയിലെ ആ കാറിനകത്തൊരു ഫൈറ്റ് സീൻ നടക്കുന്നുണ്ടല്ലോ. അതിന്റെ ആ ഒരു ഏരിയ ടോപ്പ് ആംഗിൾ ഷോട്ട് ഉണ്ടല്ലോ, ആ ഷോട്ട് ഇവര് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അത് ഫുള്ളി കമ്മിറ്റ് ചെയ്തിട്ടില്ല. അത് ഇടയ്ക്ക് എഡിറ്റിൽ കണ്ടോ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്കെയിൽ ചെയ്തോ എന്തോ പരിപാടി ചെയ്തിട്ട്, അതായത് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ ചെയ്തിട്ട് അവര് മറ്റേ ഇതില്ല ഫ്രെയിം ടു ഫ്രെയിം മോഷൻ ബ്ലർ ആ സാധനം എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മൊത്തം തിരിച്ച് കുഴഞ്ഞു പോകുന്നു. അതെ, അത് നമ്മള് തല്ലുമാല കണ്ടത് ഭയങ്കര നീറ്റായിട്ട് സിംഗിൾ ഷോട്ട് പോലെ. അതായത് ഇങ്ങനെ മേളിൽ അവിടെ ക്യാമറ ചെറിയ ആ സീനിന് വേണ്ടി അവർ കമ്മിറ്റ് ചെയ്യണം. ഇപ്പം ഇതിപ്പം പകുതി പോസ്റ്റിൽ എടുത്ത ഡിസിഷൻ പകുതി അങ്ങനെ എന്തൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ ആക്ഷൻ സീൻ ത്രൂ ഔട്ട് ഇപ്പം പടം ഭയങ്കര സ്ലോയിലാണ് കട്ട് ചെയ്തേക്കുന്നത്, ഒരു ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്ന പോലെ. പക്ഷെ ആക്ഷൻ സീൻ വരുമ്പം ജംപ് കട്ട് പോലെയാണ്. ഒരു ഇങ്ങനെ ഇടിക്കാൻ ഇവിടം വരെ വന്നിട്ട് പിന്നെ അയാൾ തെറിച്ചു പോകുന്നു. അങ്ങനെ കുറച്ച് ജമ്പ് ആയതുകൊണ്ട് കുറച്ച് ഭയങ്കര സ്പീഡ് എഡിറ്റ് ചെയ്യും. ഭയങ്കര ക്ലോസ് വേണം, ഭയങ്കര മിഡ് ടൈപ്പ്. അല്ല, അത് ഇടയ്ക്ക് മറ്റേ ഇവര് പടത്തിന്റെ ഇനിഷ്യൽ സ്ഥലത്തൊക്കെ ഈ ഫൈറ്റ് നടക്കുന്ന എല്ലാം കുറച്ച് ക്ലോസ് സ്പേസിലായിരിക്കും. അല്ല, എന്നാലും അതിനകത്ത് വലിയൊരു വൈഡ് ഒക്കെ ഉണ്ട്. ഇപ്പൊ അജിത്ത് ഒരു തോക്ക് തട്ടി തെറിപ്പിക്കുന്നത് വൈഡ് ഷോട്ട് വൈഡ് വെക്കുമ്പോ കിട്ടുന്നുണ്ട്. പക്ഷെ ഫൈറ്റ് മൊത്തം ഇങ്ങനെ അടുപ്പിച്ച് മിഡ് ഷോട്ട്സ് വെച്ചിട്ടും. അതല്ല, ഇവര് മറ്റേ ഹോളിവുഡ് പടത്തിന്റെ ഒരു ചെറിയ ഇൻസ്പിറേഷനിലായിരിക്കും. അത് അവർ പറയുന്നത് മറ്റേ ഈ ബോൺ ഐഡന്റിറ്റിയിലൊക്കെ പറയുന്ന പോലെ ക്യാമറ നായകന്റെ എക്സ്ട്രീം ക്ലോസ് വെച്ചേക്ക് ഫൈറ്റ് നടക്കുമ്പോഴും എക്സ്ട്രീം ക്ലോസിൽ വെച്ച് എടുത്തോന്ന് പറയുന്ന ആ ലൈനിലാണെന്ന് തോന്നുന്നു. പക്ഷെ അത് എന്തോ ത്രൂ ഔട്ട് മറ്റേ ക്ലൈമാക്സിലെ ഫൈറ്റിൽ മറ്റേ കാർ ഓടി വരുമ്പോഴത്തേക്കും ആ കയറൊക്കെ വലിച്ച് സാധനം ആ സാധനമില്ലേ, അതൊക്കെ സ്റ്റിൽ ഷോട്ട്. അത് വന്ന് അത് കട്ട് ചെയ്ത് അതായത് അത് കട്ട് ചെയ്യാൻ വെറുതെ ഇങ്ങനെ ഈ പോയിന്റ് ഇത്രേ ഉള്ളൂ, അവിടെ കട്ട് ചെയ്തു വിട്ടു. അല്ലാതെ അത് സംഭവിച്ചു നിങ്ങൾ കണ്ടല്ലോ, ഇതായിരിക്കും സംഭവിക്കാന്ന് പറഞ്ഞിട്ട് വേറെ അങ്ങനെ അതായത് അവര് മുഴുവിപ്പിക്കാൻ നിൽക്കുന്നില്ല. അത് അങ്ങനെ അവിടെ വെച്ചിട്ട് നമുക്ക് അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് അങ്ങ് വിടുവാണ്. അതാണ് പരിപാടി. നമ്മളൊരു 2 ഡയലോഗ് തീരേണ്ടത് ഒരു 15 ഡയലോഗ് സീൻ നീണ്ടു പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ എഡിറ്റിംഗിൽ അല്ലെങ്കിൽ ഡയറക്ടോറിയൽ ഡിസിഷൻ ആയിരിക്കും. അത് എടുത്തു വെച്ചതിലും എഡിറ്റിംഗിലും എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ത്രൂ ഔട്ട്. അപ്പൊ അത് നമുക്കിങ്ങനെ കുറെ സീൻസ്, ആ പോലീസ് സ്റ്റേഷനിലെ സീന്, പിന്നെ ഇവർ 3 പേരും കൂടെ, അർജുനും ആ പോലീസുകാരനും, ഇവർ 3 സാർ ഇവൻ കള്ളനാണ്, ഇവനത് ചെയ്തു എന്ന്
ഇവനത് ചെയ്തു എന്ന് പറയുന്നു. അത് തന്നെ റിപ്പീറ്റ്. അപ്പൊ നമ്മള് ഓക്കെ മനസ്സിലായി അടുത്തേക്ക് പോകും. അത് മാത്രമല്ല, ഇപ്പൊ ഇതിലിപ്പോ അജിത്ത് ആക്ച്വലി ഈ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ പടത്തില് സെക്കൻഡ് ഹാഫ് തുടങ്ങി, സെക്കൻഡ് ഹാഫിൽ പാതി ആയി കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇല്ല. അത്രയും നേരം പുള്ളി വളരെ മാന്യമായിട്ട് പുള്ളി എന്താന്ന് എനിക്ക് മനസ്സിലായി. ആദ്യം ഞാൻ മറ്റേ ലവ് സ്റ്റോറി നടക്കുമ്പോൾ തൃശ പറയത്തില്ല ഭയങ്കര ബുദ്ധിയാണ്, അപ്പൊ ഞാൻ വെച്ച് എന്തോ സ്പൈയോ അല്ല, സീക്രട്ട്ലി സ്പൈയോ അങ്ങനെ വല്ലതും ആയിരിക്കും. ഒന്നുമല്ല, പുള്ളി എന്തോ ഒരു നോർമൽ ഹ്യൂമൻ ബീങ് ആണ്, പക്ഷെ ഭയങ്കര ബുദ്ധിയുള്ള ഒരു നോർമൽ ഹ്യൂമൻ ബീങ്. പക്ഷെ ബുദ്ധിയൊന്നും ഇല്ലല്ലോ ഇവിടെ, അതൊന്നും വലിയ കാര്യം ഉപയോഗിക്കുന്നില്ല, ചുമ്മാ ഇടിയുള്ളൂ. ഇവിടെ ആക്ച്വലി ബുദ്ധിയൊന്നും ഉപയോഗിക്കുന്നില്ല പുള്ളി. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു ഓക്കെ ഈ ക്യാരക്ടർ എന്തെങ്കിലും ചെയ്യണമല്ലോ. ഒന്നുകിൽ ഇപ്പൊ നമ്മൾ ഈ ക്യാരക്ടറിനെ ഓക്കെ ഇത് അജിത് കുമാർ ആണ്, ഇത് നമ്മുടെ മാസ് ഹീറോ ആണെന്നുള്ള ലൈനിലാണെങ്കിൽ നമുക്ക് വേറെ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ക്ലാസ് ഇടിച്ചാൽ മതി, പോയി അങ്ങ് ഇടിച്ച് എല്ലാവരും തോപ്പിക്കാമല്ലോ. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ പുള്ളി ഇടിയില്ല. പുള്ളി അതായത് ഭൂമിയോളം താഴും, അതായത് മുക്കാൽ സമയത്തോളം മെയിൻ ക്യാരക്ടറിന് മനസ്സിലാവുന്നില്ല എന്തോ സംഭവിക്കുന്നത്. നമുക്കറിയാം, വില്ലന്മാർക്കറിയാം, പക്ഷെ അജിത്തിന് അറിയാത്തതുകൊണ്ട് കുറച്ച് ഫ്രസ്ട്രേറ്റിംഗ് ആണ് കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടി തുടങ്ങുമ്പോഴത്തേക്കും ഓക്കെ. അതായത് യൂഷ്വലി നമ്മൾ കാണാൻ പോകുന്ന ഒരു ആക്ഷൻ പടത്തിന് കിട്ടുന്ന ഒരു ഇന്റർവെൽ പഞ്ച് പോലത്തെ സാധനമല്ല. അവിടെ ഒരു ചെറിയൊരു നമുക്ക് കേൾക്കുമ്പോൾ ഇത് കൊള്ളാലോ സംഭവം എന്ന് തോന്നുന്ന ഒരു പിന്നെ ഡയലോഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അത് നിർത്തുന്നത് അവിടെ ഇന്റർവെല്ലിൽ. അവിടെ നിന്ന് ഇത് സെക്കൻഡ് ഹാഫ് തുടങ്ങി, സെക്കൻഡ് ഹാഫ് പിന്നെയും കുറേ പോയി ഒരു പോയിന്റ് എത്തിയതിനു ശേഷം, അതായത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിന്റെ മിഡ് പോയിന്റ് ടു ക്ലൈമാക്സ് വരെയാണ് ഈ ഫൈറ്റിന്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതുവരെ നായകൻ ഭൂമിയോളം താഴും, പാതാളത്തോളം താഴും, പിന്നെ അവിടുന്ന് ഇനി ക്ഷമ നശിച്ചു ഞാൻ ഇടിക്കും എന്നുള്ള ലൈനാണ്. പക്ഷെ അത് കഴിഞ്ഞു അതൊക്കെ കുറച്ചുകൂടെ നേരത്തെ അവിടെ ഈ മോഡൽ സിനിമകൾ ഒരുപാട് വന്നിട്ടുള്ളത് കൊണ്ട് നേരത്തെ ആണ്. പക്ഷെ ഈ പറയുന്ന പോലെ സ്ഥിരം ഒരു നോർമൽ ടിപ്പിക്കൽ തമിഴ് പടം ഇഷ്ടമല്ലാത്തവർക്ക് ട്രൈ ചെയ്യാവുന്ന പടം. അതെ. അതായത് പക്ഷെ സ്ഥിരം തമിഴ് സിനിമ കാണുന്നവര് അങ്ങനെ പോയിരുന്ന നിരാശ, ഭയങ്കര നിരാശ. നമുക്ക് ഇനിഷ്യലി ആദ്യം പോലെ ട്രെയിലർ കണ്ടപ്പോൾ പോലെ എനിക്ക് തോന്നുന്നു ഇതിന്റെ ലൈൻ ഇങ്ങനെയാണെന്നൊരു ഐഡിയ നമുക്ക് ആദ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് സർപ്രൈസ് ആയിട്ട് ഒന്നുമില്ല പടത്തിൽ. എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്താ സംഭവിക്കുന്നത് അറിയാം. അത് സമയത്ത് സംഭവിക്കാത്തതിന്റെയും ഇമ്പാക്റ്റിൽ സംഭവിക്കാത്തതിന്റെയും കുറച്ച് ഒരു അണ്ടർവെൽമിങ് ഫീലാണ്. പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ കണ്ടു തീർക്കാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ കുറച്ച് തമിഴില് വ്യത്യസ്തമായി എടുത്തൊരു പടമാണ്. അങ്ങനെ സ്ഥിരം കാണുന്നൊരു പാറ്റേൺ അല്ല ഇതിന്റെ മേക്കിംഗ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. ഇതിന്റെ മേക്കിംഗ് ടിപ്പിക്കൽ തമിഴ് പടത്തിന്റെ അല്ല എന്നത് മാത്രം ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. പിന്നെ ഇതുപോലെ ഇപ്പൊ തലയെ പോലെ ഒരു വലിയ സ്റ്റാർ ഇങ്ങനത്തെ ഒരു സിനിമയിൽ പുതിയൊരു സംഭവമായിട്ട് തോന്നി, അതും തമിഴിൽ. വേണേ എടുത്തിങ്ങനെ പറയാം, പുള്ളി ഒരു മുക്കാൽ ഭാഗം വരെ ഇടി കൊള്ളുവാണ്. ഇടി കൊണ്ട് ചതഞ്ഞിട്ടാണ് ഒരു തിരിച്ചിടിക്കുന്നതും അങ്ങനെ മാസ് ഇടിയൊന്നുമല്ല. നോർമൽ ഹ്യൂമനെയും കലിപ്പ് കയറിയിട്ട് എന്തൊക്കെ ചെയ്യാവോ അങ്ങനെ ഇടിക്കത്തുള്ളൂ. അങ്ങനെ 10 പേരെ പുള്ളി ഒറ്റയ്ക്ക് ഒന്ന് ഇടിച്ച് എല്ലാവരും തെറിപ്പിച്ച് സ്ലോ മോഷനിൽ മ്യൂസിക് കിട്ടുക ആ പരിപാടിയില്ല. പിന്നെ മറ്റേ ബാറ്റ്മാന്റെ പരിപാടി ആദ്യമൊക്കെ ആളുകളെ മാക്സിമം കൊല്ലാതിരിക്കാൻ നോക്കും. കാലിനൊക്കെ പുള്ളി തിരിച്ചു വെടിവെക്കത്തുള്ളൂ, തിരിച്ചവിടെ വെടിവെച്ച് തല ചിതറിക്കുക ആ പരിപാടിയൊന്നുമില്ല. മാക്സിമം നിന്നെ വേദനിപ്പിക്കാതെ നീ അവിടെ കിടക്കുക. എനിക്ക് താല്പര്യമില്ല. കൊന്നു കഴിഞ്ഞാൽ പുള്ളി ഒരു ക്രിമിനൽ ആവുമല്ലോ, അപ്പൊ അതുകൊണ്ട് കൊല്ലാതിരിക്കുക. പക്ഷെ അവസാനമൊക്കെ എത്തുമ്പോഴത്തേക്കും ചാവട്ടെ എല്ലാവരും. പിന്നെ ഇതിനകത്ത് അസർബൈജാൻകാരൊക്കെ അത്യാവശ്യം വൃത്തിക്ക് അഭിനയിച്ചിട്ടുണ്ട്. സാധാരണ ഈ വിദേശികൾ ഭയങ്കര ഓവർ ആക്ടിങ്, അങ്ങനെയൊന്നും വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. അല്ല, ഈ മറ്റേ മകിഴ് സിനിമയുടെ ഇതിനു മുമ്പുള്ള സിനിമകൾ എടുത്ത് നോക്കിയത് തന്നെ പുള്ളി ചെയ്തുകൊണ്ടിരുന്ന പടങ്ങളെല്ലാം ഈ യൂഷ്വൽ തമിഴ് സിനിമകളുടെ ഫ്ലേവറുകൾ മാക്സിമം കുറച്ചുകൊണ്ട് പുള്ളി ഒരു നല്ല എലമെന്റ് പറയുന്ന സിനിമകളാണ് കൂടുതലും ചെയ്തിരുന്നത്. ബട്ട് എല്ലാ സിനിമയിലും ഇത് തമിഴ് ഓഡിയൻസിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് മാത്രം ഈ സോങ്ങും ഈ റൊമാൻസ് എലമെന്റ് ഒക്കെ പുള്ളിയുടെ പടങ്ങളുണ്ടാവും. പുള്ളിയുടെ പടങ്ങൾ കുറച്ച് നല്ല കണ്ടന്റുകൾ കുറേ പടങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു അജിത്തുമായിട്ട് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര അടിപൊളി പടം ഉണ്ടാകും. ഇതൊരു മിഡ് പടം. എനിക്ക് തോന്നുന്നു പുള്ളി ഇതിലും ബെറ്റർ പടമായിരുന്നു പുള്ളിയുടെ തടം എന്ന് എനിക്ക് തോന്നുന്നു. മോശപ്പെട്ടൊരു സിനിമയല്ല, ഇതൊരു വൺ ടൈം വാച്ചബിൾ പടമാണ്. ഒരു കുഴപ്പമില്ലാത്ത ചുമ്മാ കാണാൻ ഇറങ്ങാം. അതൊക്കെ ഒരു പടം കണ്ടു. റിവ്യൂ ചോദിക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മുഖം പൊത്തി ഓടിക്കുക, അത്രേ ഉള്ളൂ. കാര്യം അവരെ ചോദിക്കാൻ വരുമ്പോഴത്തേക്ക് അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങളോട്. എങ്ങനെ ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫ് എങ്ങനെ ഉണ്ടായിരുന്നു, ഫൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആയി. അത്രയൊന്നും ഇല്ല എന്നല്ലോ, അങ്ങനെ അത്രയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞിട്ട് തുടക്കം തന്നെ നമ്മൾ ശ്രദ്ധിച്ച കാര്യം ഈ എല്ലാവരുടെയും മേശപ്പുറത്തിരിക്കുന്ന നെയിം ബോർഡുകൾ, അതിന്റെ സ്പെല്ലിങ്സ്, അത് എനിക്ക് തോന്നുന്നത് ഇനി അവരുടെ എനിക്ക് മനസ്സിലായില്ല. അത് അവരുടെ അതിന്റെയൊക്കെ സ്പെല്ലിങ് തെറ്റാണ്, എന്നാൽ പോലും അതിങ്ങനെ മാറിക്കൊണ്ട്. ഈ നായകന്റെ പേര് അർജുൻ എന്നാണ്. ആദ്യം കാണിക്കും മേശപ്പുറത്തിരിക്കുന്ന നെയിം ബോർഡിൽ ARCUN.
പിന്നെ കാണിക്കുന്ന ARJUN. അപ്പൊ അത് എന്താണ് ഇത് സീനുകൾ ഇങ്ങനെ മാറുന്ന ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ ആണോ? അതുപോലെ പിന്നെ ഒരു ഡോക്ടറിന്റെ പേര് വെച്ചിരിക്കുന്നതും അതും ഈ പറഞ്ഞ സ്പെല്ലിംഗ് എനിക്ക് തോന്നുന്നു അവരുടെ സ്പെല്ലിങ്ങിന്റെ ആണ്. എന്നാലും മാറത്തില്ലോ, എന്തോ അതിന്റെ ഇടയ്ക്ക് ഒരു. പിന്നെ പോലീസ് അത് അങ്ങനെ തന്നെയാണ്, POLIS. സോ അപ്പം ഇതാണ് വിടാമുയർച്ചയുടെ റിവ്യൂ. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. ബട്ട് ഈ പറഞ്ഞല്ലോ തിയേറ്റർ മസ്റ്റ് വാച്ച് ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, ഒരു മിഡ് പടമാണ്. സോ അങ്ങനെ ഒരു വൺ ടൈം വാച്ചബിൾ എന്നുള്ള രീതിയിൽ കണ്ട് മറക്കാവുന്ന ഒരു സിനിമയാണെന്ന് തോന്നുന്നു.